രമേശ് ചെന്നിത്തല ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു. അതിലെ സൂത്രധാരകൻ കാരണഭൂതൻ തന്നെയാണ്. കാരണഭൂതൻ അറിയാതെ എന്തായാലും ഇത് നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇ പി ജയരാജന്റെ പേര് ഒരു നടപടി ഉണ്ടാവില്ല, ഒരു സംശയവും വേണ്ട. അദ്ദേഹം കാരണം നടപടി എടുത്താൽ അദ്ദേഹത്തിന് കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വരും. അതുകൊണ്ട് ഒരു നടപടിയും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് ഈ നടപടികളെല്ലാം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾ തുടക്കം മുതൽ പറഞ്ഞു വന്ന CPM-ഉം BJP-യും തമ്മിലുള്ള അന്തർധാര എത്രമാത്രം ശരിയാണ് എന്ന് ഇന്നലെ തെളിഞ്ഞ ഒരു കാര്യമാണ്. ഇന്നലത്തെ അദ്ദേഹത്തിന്റെ പ്രസ്താവന തെരഞ്ഞെടുപ്പിൽ UDF-ന് ഗുണം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിൽ പലയിടത്തും വോട്ടിംഗ് യന്ത്രം കേടായി, മണിക്കൂറുകൾ കേടായി. ആളുകൾ പാവങ്ങൾ വോട്ട് ചെയ്യാൻ വന്നിരുന്ന ആളുകൾക്ക് വെള്ളം പോലും കൊടുത്തില്ല. കാരണം പലയിടത്തും കറണ്ടില്ലായിരുന്നു, വെളിച്ചമില്ലായിരുന്നു. വലിയ തോതിലുള്ള പ്രയാസങ്ങളാണ് വോട്ടർമാർ ഇന്നലെ തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ അനുഭവിക്കേണ്ടി വന്നത്. ഇതെല്ലാം കൃത്യമായി പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കേണ്ട ഉത്തരവാദിത്വമുള്ള ഇലക്ഷൻ കമ്മീഷൻ എന്ത് പറ്റിയെന്നാണ് എന്റെ ചോദ്യം. ഏതായാലും ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് UDF മികച്ച വിജയം നേടുമെന്ന ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. അല്ല, അത് ചില കേന്ദ്രങ്ങളിൽ UDF-ന് മികച്ച വോട്ട് കിട്ടേണ്ട മേഖലകളിലാണ് പലയിടത്തും ഈ യന്ത്ര തകരാറുണ്ടാവുകയും ആളുകൾക്ക് മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വരികയും ഒക്കെ ചെയ്തത്. അതൊരു ഘടകമാണ്. എല്ലായിടത്തും ഞാൻ പറയുന്നില്ല, പലയിടത്തും അതുണ്ടായി. തന്നെയുമല്ല, ആളുകൾ വീട്ടിൽ പോയിട്ട് വീണ്ടും തിരിച്ചു വന്ന് വോട്ട് ചെയ്യുക, പലരും വന്നില്ല. അപ്പൊ അതൊക്കെ വളരെ ഗൗരവമായ കാര്യമല്ലേ? ഭംഗിയായി തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയുന്ന ഒരു സംവിധാനം കേരളത്തിൽ നിലവിലുള്ളപ്പോൾ എന്ത് പറ്റി എന്നുള്ളത് അത് അന്വേഷിക്കേണ്ട കാര്യമാണ്. ഒരാശങ്കയുമില്ല. ഞങ്ങൾ വോട്ടർമാർ അനുഭവിച്ച പ്രയാസങ്ങളും ദുരിതങ്ങളും പറയുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് പൂർണ്ണമായ ശുഭാപ്തി വിശ്വാസമാണ്. 20-ൽ 20 സീറ്റും UDF നേടും, ഒരു സംശയം വേണ്ട. ഒന്ന്, കനത്ത ചൂട്. 2, തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് യന്ത്രത്തിന്റെ തകരാറ്. പലയിടത്തും മണിക്കൂറുകളോളം ആളുകൾക്ക്, പാവങ്ങൾക്ക് കാത്തു നിൽക്കേണ്ടി വന്നു. അങ്ങനെ അതോടൊപ്പം തന്നെ പലയിടത്തും വോട്ടർ പട്ടികയിൽ പേരില്ലാതെ പോയ ധാരാളം ആളുകളുണ്ട്. അപ്പൊ കുറ്റമറ്റ ഒരു വോട്ടർ പട്ടികയില്ലായതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇലക്ഷൻ കമ്മീഷൻ അത് ഗൗരവത്തോടെ പരിശോധിക്കേണ്ട കാര്യമാണ്. ഇ പി ജയരാജന്റെ ഈ ചർച്ച അദ്ദേഹം പറയുമ്പോഴും CPM പറയുന്നത് അത് അത്തരത്തിലൊരു ചർച്ചയല്ല എന്നാണ് CPM പറയുന്നത്. രാഷ്ട്രീയമായി ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. രാഷ്ട്രീയമായ ചർച്ചയ്ക്കല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കൂടിക്കാഴ്ച? അങ്ങനെ നിസ്സാരമായി അതിനെ കാണാൻ കഴിയുമോ? ഞാൻ ജയരാജനെ കുറ്റപ്പെടുത്തുന്നില്ല. മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് ജയരാജൻ എപ്പോഴും പ്രവർത്തിക്കാറുള്ളത്. മുഖ്യമന്ത്രിയുമായി ഏറ്റവും അടുത്ത വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ BJP CPM ധാരണ, അന്തർധാര ഉറപ്പിക്കുന്ന കൂടിക്കാഴ്ചകളാണിതെല്ലാം എന്ന് കേരളത്തിലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. തൃശ്ശൂരിൽ എന്തായാലും കെ മുരളീധരൻ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. എന്ത് അട്ടിമറി നടന്നാലും അവിടെ UDF-ന് വലിയ വലിയ പ്രതീക്ഷ തന്നെയാണ്. ഈ വെളിപ്പെടുത്തലിന്റെ ഒപ്പം വന്നിട്ടുള്ള മറ്റൊരു വെളിപ്പെടുത്തൽ കെ സുധാകരനും പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി അദ്ദേഹം ചൂണ്ടയിൽ കൊത്തി KPCC പ്രസിഡന്റ് ആയതോടുകൂടിയിട്ടാണ് ആ നീക്കം ഉപേക്ഷിച്ചത് എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് എന്താണ്? ഒരു ചൂണ്ടയിലും കെ സുധാകരൻ കൊത്തില്ല. സുധാകരൻ KPCC പ്രസിഡന്റാണ്. അദ്ദേഹം നല്ലൊരു പോരാളിയാണ്. ആ പോരാട്ടത്തിൽ ഇത്തവണ ഉജ്ജ്വലമായ വിജയം കണ്ണൂരിൽ നേടാൻ പോകുന്ന വ്യക്തിയാണ്.